കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ തുർക്കിയിലേക്കുള്ള ലിയോ മാർപ്പാപ്പയുടെ യാത്രയിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം, നിക്യ വിശ്വാസ പ്രമാണം, അത് രൂപം കൊണ്ടിട്ട് 1700-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1700-ാം ജൂബിലി ആഘോഷിക്കുകയാണ്. AD 325-ലാണ് 318 മെത്രാന്മാർ ഒരുമിച്ച് കൂടി കത്തോലിക്ക വിശ്വാസം എന്താണ് എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ നിറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്യുകയായിരുന്നു, നിർവചിക്കുകയായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യേശു ദൈവമല്ല, ഒരു മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ച ആരിയൂസിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന അവസരമായിരുന്നു. അതിനാണ് ആര്യനിസം എന്ന് പറഞ്ഞിരുന്നത്. ഈ ആര്യനിസം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവം സത്യമായും ഈശോ സത്യമായും ദൈവമാണെന്നും ദൈവം സത്യമായിട്ടും മനുഷ്യനായിട്ട് അവതരിച്ചതാണ് ഈശോ എന്നും വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിപ്പിക്കുകയായിരുന്നു. അതാണ് നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസ പ്രമാണം രൂപീകരിച്ചിട്ട് 1700 വർഷങ്ങൾ പിന്നിടുന്ന അവസരത്തിലായിരുന്നു ലിയോ മാർപ്പാപ്പ തുർക്കിയിലേക്ക് യാത്രയായത്. തൻ്റെ ആദ്യത്തെ വിദേശ യാത്ര തുർക്കിയിൽ ഈ 1700-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ ലിയോ മാർപ്പാപ്പ പറഞ്ഞൊരു വാചകമുണ്ട്: ഈശോയെ വെറുമൊരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുന്നത് ക്രൈസ്തവ ദർശനമല്ല. ഈശോയെ വെറുമൊരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുന്നത് ക്രൈസ്തവ ദർശനമല്ല. ഇന്ന് ഈശോയെ നമ്മുടെ സമൂഹവും വ്യത്യസ്ത രീതിയിൽ നിർവചിക്കുന്നുണ്ട്. അത് നിർവചിക്കുന്നുകൊണ്ട് തെറ്റില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് നിർവചിക്കുന്നത് യഥാർത്ഥമല്ല.